കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് BJP ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രനോട് ഒരു മാധ്യമപ്രവർത്തകൻ ഒരു ചോദ്യം ചോദിച്ചത്. അതായത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP എത്ര സീറ്റിൽ വിജയിക്കും എന്നായിരുന്നു ചോദ്യം. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ ഉത്തരം കേട്ടാൽ കേരളത്തിൽ ചിരിക്കാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് കേരളത്തിൽ കോൺഗ്രസും LDFും ഒരു സീറ്റും നേടാൻ പോകുന്നില്ല എന്നാണ്. അതുപോട്ടെ, ശോഭാ സുരേന്ദ്രൻ്റെ ആ പതിവ് തള്ളൽ ശൈലിയിൽ അങ്ങ് പറഞ്ഞു പോയതാണ്, നമുക്ക് ക്ഷമിക്കാം. ദിവസമാണ് അമിത്ഷാ കേരളത്തിലെത്തി BJPയുടെ നേതൃയോഗം വിളിച്ചത്. അതിനു മുമ്പ് BJPയുടെ സംസ്ഥാന നേതാക്കളൊക്കെ തന്നെ BJP ഇവിടെ 6 സീറ്റ് നേടും, 8 സീറ്റ് നേടും, അല്ലെങ്കിൽ BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ BJP ഉറപ്പായും വിജയിക്കും, കുമ്മനം രാജശേഖരൻ വന്ന് തിരുവനന്തപുരത്ത് മത്സരിച്ചാൽ BJP ഉറപ്പായിട്ട് വിജയിക്കും, അങ്ങനെ വലിയ വലിയ തള്ളലുകളാണ് സംസ്ഥാന നേതാക്കളൊക്കെ തന്നെ ഇവിടെ അടിച്ചുവിട്ടത്. കഴിഞ്ഞ ദിവസം അമിത്ഷാ പങ്കെടുത്ത നേതൃയോഗത്തിൽ അമിത്ഷാ 3 ചോദ്യങ്ങളാണ് BJP സംസ്ഥാന നേതാക്കളോട് ചോദിച്ചത്. ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJPക്ക് എത്ര സീറ്റ് നേടാൻ കഴിയും? മറ്റൊന്ന്, എന്ത് തന്ത്രമാണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കാൻ പോകുന്നത്? മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമെന്ന് പറയുന്നത് ശബരിമല വിഷയം എങ്ങനെയാണ് BJPയെ സ്വാധീനിക്കുന്നത്? വളരെ കാര്യമാത്ര പ്രസക്തമായ 3 ചോദ്യങ്ങളാണ് അമിത്ഷാ ചോദിച്ചത്. പക്ഷേ നമ്മുടെ സംസ്ഥാന നേതാക്കൾക്കെല്ലാം അപ്പോൾ ഉത്തരം ജപജപയായിരുന്നു. ആർക്കും ഒന്നും പറയാനില്ല. അതിനു മുമ്പൊക്കെ വലിയ തള്ളലുകളായിരുന്നു. ഞങ്ങൾ നേടിക്കളയും വിജയിച്ചുകളയും, സുവർണ അവസരമാണ്, അത് ഞങ്ങൾ മുതലാക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ തള്ളലുകളാണല്ലോ നിങ്ങൾ തള്ളിയത്. പക്ഷേ അമിത്ഷാ ചോദിച്ചപ്പോൾ BJPയുടെ സംസ്ഥാന നേതാക്കൾക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ഈ സംസ്ഥാന നേതാക്കൾ ഇങ്ങനെ വായും പൊത്തി വാമൂടി വിറങ്ങലിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സംസ്ഥാന സെക്രട്ടറി, ജനറൽ സെക്രട്ടറിക്ക് ഒരല്പ ധൈര്യം വന്നു. അദ്ദേഹം പറഞ്ഞു BJP 3 സീറ്റിൽ വിജയിക്കും. അപ്പോൾ അമിത്ഷാ ചോദിച്ചു, എന്തടിസ്ഥാനത്തിലാണ് നിങ്ങളത് പറയുന്നതെന്ന്. അപ്പോൾ അദ്ദേഹത്തിനും ഒന്നും പറയാനുണ്ടായിരുന്നില്ല. വളരെ വാമൂടിക്കെട്ടി അദ്ദേഹവും പോയി ഒരു മൂലയ്ക്കിരുന്നു. പിന്നെ അങ്ങോട്ട് BJP നേതാക്കൾക്ക് നേരെ അമിത്ഷായുടെ ശകാര പ്രകടനമായിരുന്നു. ഒരു നേതാവിനും ഒന്നും പറയാനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അമിത്ഷാ ഒടുവിൽ പറഞ്ഞിരിക്കുന്നു, RSS നേതൃത്വം പറയുന്ന ശൈലിയിൽ മാത്രം നിങ്ങൾ പ്രവർത്തിക്കുക, അങ്ങനെ നിങ്ങൾ പ്രവർത്തിച്ചാൽ മതി, അല്ലാതെ ഇവിടെ ശ്രീറാംപിള്ള ഒരു വഴിക്ക്, അല്ലെങ്കിൽ PK കൃഷ്ണദാസ് മറ്റൊരു വഴിക്ക്, V മുരളീധരൻ മറ്റൊരു വഴിക്ക്, ഇങ്ങനെ പോയാൽ നിങ്ങൾക്ക് ഒന്നും നേടാനാകില്ല എന്നാണ് അമിത്ഷാ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അമിത്ഷായ്ക്ക് കാര്യം മനസ്സിലായി, കേരളത്തിലെ BJPക്ക് ഇത്തവണ ഒരു സീറ്റും കിട്ടാൻ പോകുന്നില്ല എന്നുള്ള കാര്യം അമിത്ഷായ്ക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് RSS പറയുന്ന ശൈലിയിൽ നിങ്ങൾ പ്രവർത്തിച്ചാൽ മതിയെന്ന്. അമിത്ഷായ്ക്ക് ഏതാണ്ട് ബോധ്യം വന്നിട്ടുണ്ട്, കേരളത്തിൽ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ള കാര്യം അദ്ദേഹം ഉറപ്പിച്ചു. പക്ഷേ ഇപ്പോഴത്തെ ഈ പ്രവർത്തന ശൈലിയിൽ നിന്നും നിങ്ങൾ മാറണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടിയാണ് അമിത്ഷാ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഏതായാലും അമിത്ഷായ്ക്ക് കാര്യങ്ങളൊക്കെ തന്നെ ബോധ്യപ്പെട്ടു. സംസ്ഥാന നേതാക്കളൊക്കെ തന്നെ സാഷ്ടാംഗം പ്രണമിച്ച് അമിത്ഷായുടെ മുന്നിൽ പരാജയം സമ്മതിച്ചിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം അമിത്ഷായ്ക്കും ഉറപ്പായിരിക്കുന്നു. സംസ്ഥാന നേതൃത്വം അത് അമിത്ഷായ്ക്ക് മുന്നിൽ തുറന്ന് സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു.